ചെറിയ പദങ്ങൾക്ക് എന്തൊരു അത്ഭുതമാണ് ഓരോരുത്തരുടെയും ബോധത്തിൽ നൽകാനാവുക. ഒരു മിന്നൽ കൊണ്ടൊക്കെ പ്രകാശിക്കുന്ന കണക്കാത്. ഒരു നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഒരു പദമൊക്കെ എന്തൊരു ധൈര്യമാണ് നിങ്ങൾക്ക് തരുന്നത്. അത്തരം ചെറിയ പദങ്ങളിൽ ഒരു പക്ഷേ നമ്മൾ ആദ്യം ഓർക്കുന്നത് എൻ്റെ എന്ന് പറഞ്ഞൊരു വാക്കാണ്. എന്തൊരു സ്ട്രെങ്താണ് അത്. പൊസസീവ് പ്രൊനൗൺ എന്നൊക്കെയാണ് ഗ്രാമറിൽ നമ്മൾ തന്നെ പറയുക, മൈൻഡ്, യുവർ മൈൻഡ്. പക്ഷെ അത് തരുന്നൊരു ഊർജ്ജമുണ്ട്. ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു പെൺകുട്ടിയുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അവളോട് ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജീവിതത്തിലൊരിക്കലും ഒരു കണ്ണാടി നോക്കരുത്. എന്നിട്ട് ഒരു ദിവസം അവൾ ആ വിലക്കിനെ ലംഘിക്കുക. അവൾ കണ്ണാടി നോക്കാനായിട്ട് ധൈര്യപ്പെട്ടു. വെറുതെ ഒരു നനഞ്ഞ ചാക്ക് ഇങ്ങനെ കണക്കൊരു വേറൊന്നുമില്ല, കണ്ണിൻ്റെ സ്ഥാനത്ത് 2 ചെറിയ കുഴികൾ മാത്രമുണ്ട്. അവളിങ്ങനെ കരയാൻ പോലും ആവാതെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഇതേ കണ്ണാടിയിൽ അവൾ കണ്ടു പുറകിലൂടെ ഒരു കരം നീണ്ടുവരുന്നു. എന്നിട്ട് ആ കരം പുറകോട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചെവിയിൽ ഇങ്ങനെ ഒരാൾ മന്ത്രിക്കുകയാണ്, യുവർ മൈൻ, ഞാൻ നിൻ്റേതാ, അല്ലെങ്കിൽ നീ എൻ്റേതാ. ഇങ്ങനെ വായനയിൽ നമുക്കിങ്ങനെ അക്ഷരാർത്ഥത്തിൽ രോമണീറ്റി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ അനുഭവിച്ചത് അത്ര ഒരു വായനയില്ല. എന്തൊരു പവർഫുള്ളായ വാക്കാണ്, എന്തൊരു ധൈര്യം കൊടുക്കുന്ന വാക്കാണ് മൈൻ, എൻ്റെ. വേദോസിലുടനീളം ഈ വാക്കിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം പിന്നീട് ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട്. യേശു ഇങ്ങനെ പുഴയിൽ മുങ്ങി നീ വരുമ്പോഴാണ്, അവിടുത്തെ ജ്ഞാനസ്ഥാനത്തിൻ്റെ ഒരു മുഹൂർത്തമായിരുന്നു. ഇവിടുത്തെ ആകാശം അവിടത്തേക്ക് മീതെ ഇങ്ങനെ വന്ന് പറയുന്ന മന്ത്രം ഇത് തന്നെയാണ്, യു ആർ മൈ ബിലവഡ്. ആ മൈ ബിലവഡ് എന്ന് പറയുന്ന വാക്കിനകത്ത് എൻ്റെ പ്രിയപ്പെട്ടത്. വസ്തുതയിൽ പിന്നീടുള്ള യേശു കടന്നുപോയ മുഴുവൻ ജീവിതവും ആ ഒരു വാക്കിൻ്റെ മൂലധനത്തിലാണ്, ഞാൻ അവൻ്റെ പ്രിയപ്പെട്ടത്. കാരണം ഈ ഒരു ജ്ഞാനസ്നാന കഥയ്ക്ക് ശേഷം തൊട്ട് അടുത്ത ഭാഗം വരുന്നത് യേശു പ്രലോഭനത്തിൻ്റെ മരുഭൂമിയിലേക്ക് പോകുന്നതായിട്ടാണ്. അപ്പോൾ ആ മുഴുവൻ പ്രലോഭനങ്ങളും യേശു അതിജീവിക്കുന്നത് ഈ ഒരു വാക്കിൻ്റെ ധൈര്യത്തിനകത്ത്, ഞാൻ അവൻ്റേതാണ്. വാസ്തവത്തിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ തരത്തിലുമുള്ള പ്രലോഭനങ്ങൾ അതിജീവിക്കാനുള്ള ധൈര്യം നമ്മൾ ആരുടേതാണെന്നുള്ള ആ ഉറപ്പാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ പുലരിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം ആരെയൊക്കെ ഇങ്ങനെ പതുക്കെ ചേർത്ത് പിടിച്ചിട്ട് ചെവിയിൽ ആ വാക്ക് മന്ത്രിക്കുക എന്നുള്ളതാണ് എൻ്റെ. ഇങ്ങനെ ഒരു നിരീക്ഷണം കൂടിയുണ്ട് വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട്. വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ യേശുവിന് ശിഷ്യന്മാർ വിളിക്കുന്ന വാക്ക് റാബി എന്നാണ്. ഇതിൻ്റെ അർത്ഥം എനി മാസ്റ്റർ, എനി ഗുഡ് പേഴ്സൺ. നമ്മൾ ഈ സിഗ്നോർ എന്നൊക്കെ പറയുന്ന കണക്കൊരു വാക്കാണ്. ഒരു ജെൻറ്റിൽമാൻ എന്നൊക്കെ അർത്ഥമുള്ളെന്നാണ് പറയുന്നത്, ഈ പഠിച്ചവർ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ആ പുസ്തകം അവസാനിക്കുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ നിലവിളിക്കുന്നു, റബോനി. ആ വാക്കിൻ്റെ അർത്ഥം എൻ്റെ ഗുരു എന്നുള്ളതാണ്. വാസ്തവത്തിൽ ആ പദത്തിലാണ് എല്ലാ ബന്ധങ്ങളും അവസാനിക്കേണ്ടത്, എൻ്റേത് മാത്രം.